കണ്ണൂർ കൂത്തുപറമ്പിൽ മാല മോഷണത്തിനിരയായ ജാനകി മീഡിയ വണിനൊപ്പം ചേരുകയാണ്. മോഷണം നടത്തിയ CPM കൌൺസിലർ പി രാജേഷിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ രാജേഷിനെതിരെ CPM ഇന്നലെ നടപടിയും എടുത്തിരുന്നു. ജാനകി തത്സമയം ചേരുകയാണ്. ശ്രീ ജാനകി, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുകയാണ്. ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുണ്ട്. എത്രത്തോളം സന്തോഷം നൽകുന്നതാണ് ആ വാർത്ത? സന്തോഷം തന്നെ എനിക്ക്. യെസ്, എന്തായാലും അന്നത്തെ ആ സംഭവം, ആ മോഷണ ദിവസം നടന്ന ആ ഒരു സംഭവം ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ? കഴിയും. അന്ന് ഞാൻ അടുക്കളയിൽ മീനും മുറിച്ച് കഴിയുന്നതിനും നേരത്താണ് പെട്ടെന്ന് കാര്യം വരുന്നിട്ട് ഞാൻ പറഞ്ഞു ഹെൽമെറ്റ് എന്താ കഴിച്ച് വെക്കാതെ എന്ന് പറയുമ്പോഴത്തേക്കോനെ കഴുത്ത് പിടിച്ചേരെ പിന്നെ എനിക്കൊന്നും അനങ്ങാൻ കഴിഞ്ഞിട്ടില്ല, പോയിട്ടില്ല. കഴുത്തിലെ പിടിച്ച് പൊട്ടിച്ച് പായുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കഴുത്തിലാണ് കളമ്പ് കാര്യമെന്നും പറഞ്ഞിട്ട് വരും കൊടുത്തിട്ട് ഒച്ചത്തിൽ എറാത്ത് പാഞ്ഞൂടെ, കാലിന് സുഖമില്ല. പാഞ്ഞ് എറാത്തെത്തുമ്പോഴത്തേക്ക് കോണിയാ കീഴിന് അല്ലെങ്കിൽ അങ്ങപ്പുറത്ത് വണ്ടി വെക്കുന്ന പെരിയമ്പലയാണ് കീഴിനെന്ന് ഞാൻ കണ്ടിട്ടില്ല. ബൈക്ക് എടുത്ത് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അയൽവക്കത്തുനിന്ന് ആൾ പാഞ്ഞെത്തീന് എൻ്റെ വൈരം കേട്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അതാ ഓൻ ബൈക്കിൻ്റെ മുകളിലതാ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഓൻ കടന്നു പോയിന്. പിന്നെ ഓരോരുത്തർ ആൾക്കാർ ഇങ്ങനെ ഇടവലത്തുനിന്നെല്ലാം ഓടിയെത്തിയിട്ട് പോലീസിനെ മോനെ വിളിച്ച് പോലീസിൽ വേഷം കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് പോലീസുകാർ എത്തിയിന്. പിന്നത്തൊന്നും ഞാൻ അറിയില്ല. പിന്നെ എനിക്കൊരു നല്ല ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ വാർച്ചിട്ട് പിന്നെ ഭർത്താനൊന്നും പറയാൻ കഴിയുന്നില്ല. അന്നേരം എനിക്കൊരു ഇതുപോലെയാണുള്ളത്, കൂറ്റില്ലാത്ത പോലെ. പറയുന്ന ഇന്നലെ മാല കിട്ടിയെന്നുള്ള പോലീസ് ഒന്ന് വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയിട്ട് മാല കാണിച്ചിട്ട് അങ്ങനെ എനിക്ക് അതിൻ്റെ കഷ്ണം എൻ്റെ അടുത്തുള്ള അടി എത്തിച്ച് കൊടുക്കുക പറഞ്ഞു. പോലീസുകാർ ഇപ്പം രാവിലെ വന്നിട്ട് പറഞ്ഞ ആ കഷ്ണം അടി എത്തിച്ച് കൊടുക്കുക, മാല കുറച്ച് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഈ രാജേഷ് എന്ന് പറയുന്ന ആളെ നേരത്തെ തന്നെ അറിയാമായിരുന്നോ? അറിയാൻ അങ്ങനെ നേരിട്ടിട്ടൊന്നും കണ്ടിട്ടില്ല. ചില സമയം ബൈക്കും കൊണ്ട് മോളെ കൊണ്ടാക്കുക, നമ്മളെ വാതുക്കല സ്കൂള്, അവിടെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കണ്ണിന് കാഴ്ച കുറവാണ് എനിക്ക്. അതുകൊണ്ട് ശരിക്കും ആളെ മനസ്സിലാവില്ല എനിക്ക്. പിന്നെ ഇവർക്കെല്ലാം മോനും മോൻ്റെ ഭാര്യയൊക്കെ എല്ലാം അറിയാൻ നല്ലോണം. ഇടവലത്തെല്ലാം ഓമ്പെടുത്ത് എടുക്കലും ഉണ്ട്. പാർട്ടീൻ്റെ വലിയ ഇതല്ല ഇതൊക്കെ. ഇവിടെ അങ്ങനെ പാർട്ടിയായിട്ടൊന്നും എടുത്തോ എടുക്കലൊന്നുമില്ല. അപ്പൊ അമ്മ അവിടെ ആ സമയത്ത് ഒറ്റക്കായിരിക്കും, വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ നേരത്തെ തന്നെ കരുതിക്കൂട്ടി വന്നത് തന്നെയായിരിക്കും. അതെ അതെ, രാവിലെ എല്ലാവരും പോവും, കുട്ടികൾ സ്കൂളിൽ പോവും. മോനും മോൻ്റെ ഭാര്യയും രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് പോവും. പിന്നെ ഇവരെല്ലാം 4 മണിക്ക് മക്കൾ സ്കൂളിൽ നിന്ന് വരും. ഇവരെല്ലാം 5 മണി 6 മണിയെല്ലാം ആവും എല്ലാവർക്കും എത്തുക. അങ്ങനെ എപ്പോഴും കാണുന്നതായിരിക്കും. ഞാൻ അറാത്ത് എൻ്റെ പണിയെല്ലാം ഒരുങ്ങിയിട്ട് അറാത്ത് ഒറ്റയ്ക്ക് ഇരിക്കും. അന്നേരം ആരെങ്കിലും ഇടവലത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓറുമായിട്ട് ഞാൻ എവിടെയും കീഞ്ഞ് പോകലൊന്നുമില്ല. കാലിങ്ങനെ ആയതുകൊണ്ട് പിന്നെ കണ്ണിന് കാഴ്ച കുറച്ച് കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇടവലൊന്നും എവിടെയും ഇറങ്ങിപ്പോകലൊന്നുമില്ല. ശരി, അപ്പോൾ ഈ എത്ര പവൻ മാലയായിരുന്നു അമ്മ നഷ്ടപ്പെട്ടത്, അതായത് ഇയാൾ മോഷ്ടിച്ചുകൊണ്ട് പോയത്? ചെയിന് ഒരു പോയാണ്, ലോക്കറ്റ് വേറെയാണ്, താലിമാലയാ. പെട്ടെന്ന് അമ്മ ഷോക്കായി പോയി കാണുമല്ലേ? വീടിനകത്ത് കയറി ഒരാൾ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് അകത്ത് കയറി വരുന്നു, കഴുത്തിൽ കിടന്ന മാലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോഴല്ലേ? അമ്മയ്ക്ക് പരിക്കെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, പരിക്കൊന്നും എവിടെയും പറ്റിയിട്ടൊന്നുമില്ല. കഴുത്തിന് പിടിച്ചിനെങ്കിലും ഒന്നും പറ്റിയിട്ടില്ല. അതിൽ സന്തോഷിക്കുന്നു. അമ്മ, ഒരു കാര്യം കൂടി, CPM കൗൺസിലറാണ് ഈ പറയുന്ന ഈ മോഷ്ടാവ് പി രാജേഷ് എന്ന് പറയുന്നത്. പാർട്ടി എന്തായാലും ഇയാൾക്കെതിരെ നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയിൽ നിന്നാണ് ഇങ്ങനെയൊരു മോഷണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ പറയാൻ അവൻ്റെ കുടുംബം ഓർമ്മിക്കുമ്പോൾ അവനെ ചെയ്യറേനു എന്ന് വിചാരിക്കുക.
അവൻ്റെ കുടുംബത്തിൽ വലിയ ബാല്യക്കാരത്തി മുകളിലുള്ളതല്ലേ. പിന്നെ ഓനെന്തെന്നാ എൻ്റെ പ്രായമുള്ള എൻ്റെ കിട്ടിയിട്ട് വേണ്ട അവൻ്റെ ഭാര്യേൻ്റെ അവൻ്റെ അമ്മേൻ്റെ ഏറ്റം പൊട്ടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തുള്ള ആളൊന്നും ഇതാവില്ലല്ലോ. അതൊരു ഇത് മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ മക്കൾ എല്ലാവർക്കും മക്കളില്ലല്ലോ. അതേ ഉള്ളൂ, വേറെ ഞാൻ പറയേണ്ടിയില്ല. ശരി, എന്തായാലും അമ്മ മാല മുഴുവൻ കിട്ടിയല്ലോ അല്ലേ? വേറെ കുറവൊന്നും വന്നിട്ടില്ലല്ലോ, അത് വലിയ സന്തോഷം തന്നെയല്ലേ? അല്ല മാല പോലീസ് സ്റ്റേഷനിലാണല്ലോ, എൻ്റെ കൈമ്പ് കിട്ടിയില്ല. അപ്പോൾ അതിനിപ്പോൾ ഇവിടെയുള്ള കഷ്ണം അടക്കൊണ്ടൊക്കെ കൊടുക്കാൻ പറഞ്ഞു. ശരി, എന്തായാലും അമ്മ വളരെ സന്തോഷം മീഡിയ അവനൊപ്പം ചേർന്നതിനാ. എന്തായാലും അന്നുണ്ടായത് വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായിരിക്കും എന്നറിയാം. എന്തായാലും കുറച്ചുകൂടി ഒറ്റയ്ക്കൊക്കെ വീട്ടിൽ കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്, ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുകൂടിയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെങ്കിൽ ഇതുവരെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് 60-65 കൊല്ലത്തോളമായിപ്പോയി. നേരത്തെ ഇതുവരെ ഒരു ഇതും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇടവലയില്ല, അങ്ങനത്തെ ഒരു സംഭവമേ ഈ ഇടവലേ ഇല്ല. ശരി, എന്തായാലും അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ, കരുതിയിരിക്കുക. എന്തായാലും അത്രമാത്രമേ പറയാനുള്ളൂ. വളരെയധികം നന്ദി മീഡിയ അവനൊപ്പം ചേർന്നതിന്.